പൊന്നുമോനെ നീ കാണത്തില്ലയോ, ഞാൻ എന്നും നിലകളൊക്കെ കത്തിച്ചു വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ ദൈവം കേൾക്കത്തില്ല. അടുത്തൊന്നും ഞാൻ പോലും കേട്ടിട്ടില്ല മുട്ടം ഫീഡ്ബാക്ക് ഉണ്ടായിട്ട് കാണാൻ പറയാതിരിക്കുന്ന ദൈവം കളിയാക്കുന്നോടാ. നീ കണ്ടിട്ടില്ലയോ നിലവിളക്ക് കത്തിച്ചു വെച്ച് തൊഴുകയോടെ ഞാൻ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്നായിരുന്നു. ഞാൻ വിചാരിച്ച നിലവിളക്കിന്റെ കൂമ്പിന്റെ ലെവൽ നോക്കുമായിരിക്കും. നിന്റെ ചെറുക്കുട്ടിയുടെ ലെവൽ കാണത്തില്ല. ഞാൻ പറഞ്ഞേക്കാം, അത്തമ്മ പോലൊരു പെണ്ണ് എനിക്ക് വേണ്ട. എന്താ എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു മരണത്തെ കുഞ്ഞിനെ തൊട്ടിൽ ടാട്ടാനെ കൊണ്ട് അതല്ല അവിടെ മുടി കാണണം, മുട്ടി മുടിയാടാ. അപ്പൊ ഇരട്ടി ചെലവാ. എന്താ തല വെക്കാനും മുട്ട വെക്കാനും ഞാൻ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട്. അതല്ല അവിടെ മുടി പോളെ കിടപ്പുണ്ട്. അങ്ങനെ മാത്രമല്ല വീട്ടില് അല്ലൽ അറിഞ്ഞു നടന്ന ഒരു പെൺകുഞ്ഞ്. ഞാൻ നോക്കിയപ്പോ അവിടെ പാന്റ് ഈ മുട്ടിന്റെ ഇവിടുന്ന് ഇങ്ങനെ കീറി കിടക്കുന്നു, അവിടെ ആ ഉടുപ്പ് തോളിന്റെ ഇവിടുന്ന് ഇങ്ങനെ കീറി കിടക്കുന്നു. എന്നിട്ടും വീട്ടുകാരോട് പറഞ്ഞില്ല നല്ലൊരു തുണി മേടിച്ചു തരാൻ. എനിക്കുണ്ട് ആഗ്രഹങ്ങള്. നിങ്ങളോട് ഒന്ന് ബീച്ചിൽ പോകണമെന്നും ഒന്ന് പാർക്കിൽ പോകണമെന്നും ഒരു സിനിമ കാണണമെന്നും ഏതെങ്കിലും കടയിൽ കയറി ഒരു ചുരിദാർ മേടിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാം എല്ലാ ഭാര്യമാർക്കുള്ള ആഗ്രഹമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സിനിമയും കണ്ട് ബീച്ചിലും പോയി കപ്പലണ്ടിയും മേടിച്ച് വെളിയിൽ നിന്ന് ഫുഡും കഴിക്കണമെങ്കിൽ എത്ര രൂപ വേണം? എത്ര രൂപ വേണം? നിനക്ക് നിന്റെ പിള്ളേരും ഞാനോട് ആകുമ്പോൾ 10,000 രൂപ വേണോ? 3,000 രൂപ പറ്റുകടയിലെ പൈസ തീർത്തൂടെ? എന്നാ വെച്ചാൽ അങ്ങനെ നമുക്കങ്ങ് ജീവിക്കാൻ പറ്റും. പൈസ മാത്രം മതി. ഈ പറ്റു തിന്നുന്നതും അത് മാത്രം മതിയോ? നമുക്കൊന്ന് പുറത്തു പോവാ, അതൊന്നും വേണ്ട അല്ലേ? അത് വേണം, അത് നമുക്ക് ഓണത്തിന് പോവല്ലോ. ആ ഓണത്തിന് പോ. ഞാൻ പിന്നെ നമ്മുടെ ആ കുഞ്ഞുഞ്ഞാച്ചാനില്ലയോ, പുള്ളി വയ്യാതെ കിടക്കൂല്ലയോ, അങ്ങനെ ഒന്നും കാണാൻ പോണ്ടായോ? എന്തുവാ കുഞ്ഞുഞ്ഞാച്ചാച്ചനെ കാണാൻ. കുഞ്ഞുഞ്ഞാച്ചാച്ചനെ വയ്യാതെ കിടക്കുമ്പോ അന്ത്യകുദാശിക്ക് വന്നിട്ട് 2,000 രൂപ നിനക്ക് അയച്ചു തന്നെ. ഒച്ചതാത്ത് സംസാരിക്കേ. 2,000 രൂപ അയച്ചു തന്നാ അതിനാ. പക്ഷെ പൈസ എന്തേന്നോ, ഒരു നല്ല ചുരിദാർ എനിക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാം അമേരിക്കക്കാരും ലണ്ടൻകാരും ഒക്കെയാ. അവരുടെ ഉള്ളോട്ട് കയറി ചെല്ലുമ്പോ കീറി പറഞ്ഞ് ഉടുപ്പിട്ടോണ്ടാണ് ഞാൻ പോകുന്നത്. 1000 രൂപയ്ക്ക് നല്ലൊരു ചുരിദാറും മേടിച്ച് 2 പിള്ളേർക്ക് 800 രൂപയായി ഒരു പാന്റ് ഷർട്ടും 2 പേർ കൂടെ മേടിച്ചപ്പോഴത്തേക്ക്. പിന്നെ ബാക്കി 200 രൂപ ഉണ്ടായിരുന്നു. ഓട്ടോ കൂലിയും കൊടുത്തു കഴിഞ്ഞപ്പോ അതങ്ങ് തീർന്നു. റോസ്മേരി, നിന്റെ ഭർത്താവ് സാധാ മൈക്കുമക്കാനായ 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള റൊണാൾഡോ ആണ്, അല്ലാതെ അംബാനിയുടെ മോനല്ല. അപ്പൊ ചിന്തിക്കുമ്പോ താഴെ എന്ന് ചിന്തിക്കും. മാരേജ് സർട്ടിഫിക്കറ്റിന് പോയായിരുന്നോ? മാരേജ് സർട്ടിഫിക്കറ്റേ മേടിക്കാൻ പോയായിരുന്നു. പോയി അന്വേഷിച്ചു. ആണല്ലേ? കൊറേ സമയം എടുക്കും. കോവളത്തോട്ട് മാറ്റിയപ്പോ സ്ഥലം. നിങ്ങൾ കോവളത്ത് അഴിഞ്ഞാടാൻ പോയിട്ട് വരുന്നല്ലേ അല്ലേ? എന്നിട്ട് എന്നോട് പറയണ്ടെന്നല്ലേ നോണയൻ. അറിഞ്ഞില്ലേ? ആണടി, ഞാൻ കോവളത്ത് പോയി. എന്റെ അമേരിക്കയിലുള്ള എന്റെ പെണ്ടാട്ടിയും പിള്ളേരും ഒക്കെ വന്നിരുന്നു. ഞാൻ അവരുമായിട്ട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങായിരുന്നു. ദേ, 2 പേരും കേൾക്കാൻ വേണ്ടി പറയുവാണ്. ഇനി ഞാൻ ഇതിനെ പറ്റി കമാന്നൊരക്ഷരം മിണ്ടൂല. ഇനി ക്ലീറ്റോനൊരാവശ്യം വരും സർട്ടിഫിക്കറ്റിന്റെ. അപ്പൊ എന്നോട് തങ്കം സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ ഈ പഠിക്കുന്ന ഞാൻ പുറത്തോട്ട് കിടക്കൂല, നോക്കിക്കോ. പിന്നെ നിന്റെ ഈ ചാട്ടം വെച്ചിട്ട് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണേനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് വിവാഹ മോചന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. ഒരുപാട് ഇടം തുള്ളിയെ ഞാൻ അതങ്ങ് വാങ്ങിച്ച കൈ തരും. അതെങ്കിലും മേടിച്ചതാ ഞാൻ. അത് വഴി ഇങ്ങനെ പറഞ്ഞല്ലോ കുറച്ച് പൈസയൊക്കെ ക്ലീറ്റോണാന്റെ കൈ കൊടുത്തിട്ടുണ്ടോ, അത് പഠിച്ചോണ്ട് പോവാ. അത് പാർട്ടി ഫണ്ടാ റോസു. പാർട്ടി ഫണ്ട് എനിക്കുണ്ട്, ഓണ ഫണ്ട്. അത് കൃത്യമായിട്ട് ഓണത്തിന് കിട്ടും. അതുപോലത്തെ ഫണ്ട് അല്ല റോസ്. ഇത് നമ്മുടെ പാർട്ടിയിലേക്ക് ഇവന്റെ പേരിൽ അവിടെ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ട്. അത് കാലാകാലം ഇവന്റെ പേരിൽ അവിടെ കിടക്കും, നമുക്ക് എടുക്കാൻ ഒക്കില്ല. എന്നാ ഫണ്ടായിട്ട് അവിടെ കിടക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെയാന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്, പാർട്ടി ഓഫീസിൽ നിന്ന് പൈസ എടുത്തു തരാൻ പറ. അതാ അങ്ങനത്തെ നല്ലത്. ഇതല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നീയേ ആ മധുവിന്റെ കടയിൽ കൊണ്ടുപോയി റോസിന് നല്ല ചൂട് പൊറോട്ട, അല്ല മുരുമുരായിരിക്കുന്ന പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു കൊടുത്തിട്ട് റോസിന് ബസ്സിയേറ്റ് വിടും. അവിടേക്ക് പറഞ്ഞോട്ടെ, ചൂട് മുരുമരാന്നുള്ള മുട്ടക്കറി പൊറോട്ടയല്ലേ, പൊറോട്ടയും തിന്നിട്ട് നമ്മൾ 2 പേരും ഒരുമിച്ച് ബസ്സിൽ കയറി അങ്ങ് പോവും. എന്റെ മോന്റെ കൂടും കുടുക്കയൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് പാ. പറയുന്ന മനസ്സിലാക്കി ചക്കരി. എനിക്കിപ്പോ പണി കിടക്കുന്നുണ്ട്, വരാൻ പറ്റത്തില്ല. ഒരു പണിയും വേണ്ട, നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റും. പിള്ളേർ അപ്പനെ മറന്നു നെഗ്ലീറ്റോണ്ണാ. അപ്പനെ മറന്നു? ഇന്നലെ കൂടെ അളവിനെ ഞാൻ വീഡിയോ കോൾ ചെയ്തില്ലയോ? വീഡിയോ കോൾ വിളിച്ചപ്പോ ചെറുക്ക എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? അപ്പനെ പോലെ ഇരിക്കുന്ന ഒരാള് വിളിക്കുന്ന അമ്മച്ചീന്ന്. മറന്ന് എനിക്ക് ഇവിടെ ഇപ്പൊ ചാടിപ്പെട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ബന്ധങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ പെട്ട് കിടക്കുവോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അപ്പുറം വേറെ വല്ല ബന്ധം നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഉണ്ടോ? അതിൽ വല്ല പിള്ളേരും ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെന്തുവാ വിട്ടു വരാൻ പറ്റാത്ത ബന്ധം എന്തുവാ?